എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. ഏവർക്കും ഭീമ സിനിമ ചിരിമയിലേക്ക് സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. നമ്മൾ ഒരുപാട് നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞു, രസങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നുണ്ടായ ഒരുപാട് അബദ്ധങ്ങളും ഒക്കെ പറഞ്ഞു. നിങ്ങൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ ശബ്ദങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു അല്ലേ? അതിന് ഏറ്റവും രണ്ടുപേരും കരുണാകരൻ സാറിന്റെ, നാരായണൻ സാറിന്റെ, അതുപോലെ തന്നെ ഇവനാണെങ്കിൽ ഉമ്മൻചാണ്ടി ഒക്കെ ഒരുപാട് പേര് ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. ഇപ്പം അടുത്ത് എനിക്ക് തോന്നുന്നു പ്രചോദ് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിന്റെ ശബ്ദം കാര്യം അദ്ദേഹത്തിന്റെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ ഒരു സംസാരമുണ്ട്. കാര്യം അദ്ദേഹം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സംസാരിച്ച ഒരു സംസാരമാണ്. അത് ഞാൻ സാർ, താങ്കളുടെ ആ സമയത്തുണ്ടായ ആ ഒരു വിവാദത്തെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ബിനാസെ, ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളരെ പാടുപെട്ട് രാഷ്ട്രീയത്തിൽ വന്നതാണ്. അല്ല സാർ, പക്ഷേ ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ഞാൻ കൊച്ചുനാൾ മുതൽ രാഷ്ട്രീയം കളിച്ചു വന്നൊരു വ്യക്തിയാണ്. എന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും ഒന്നും അപകീർത്തിപ്പെടുത്താനൊന്നും പറ്റില്ല. അല്ല എന്തായിരുന്നു അവിടെ, എന്തായിരുന്നു സാർ? ഞാൻ സത്യം പറയാം, ഞാനൊരു നടിയുടെ വീട്ടിൽ പോയി എന്നായിരുന്നു എല്ലാവരുടെയും പരാമർശം. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഈ ചങ്ങനാശ്ശേരിയിൽ ഒരു യോഗം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ അണികളെല്ലാം കൂടെ കൈ കാണിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ് കൈ കാണിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ കുട്ടിയുടെ വീട്ടിലൊന്ന് കയറി പോകണമെന്ന് പറഞ്ഞു. ഞാൻ അതിലെ അങ്ങോട്ട് ചെന്ന് ഒരു ചെറിയ ഇടവഴി, ഒരു ചെറിയ ഇടവഴി, ഒരു ഇടവഴിയാണ്, ഒരു ഇടവഴി. ആ ഇടവഴി കൂടെ ഞാനന്ന് അവരുടെ വീട്ടിൽ പോയി ഒരു കരിക്ക് കുടിച്ച് മാത്രമുള്ള വിഷയം. അതല്ലാതെ എന്നെ സംബന്ധിച്ചോളം വേറെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്രയ്ക്ക് പറയാനുള്ളൂ. നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരെ മാത്രം അനുകരിക്കുന്ന ഒരു മിമിക്രിക്കാരൻ നമ്മുടെ കൂടെ ഉണ്ട്. അത് സാബു വടുതല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മളെല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ അനുകരിക്കാനായിട്ട് നല്ലൊരു കൈയിടി കൊടുത്തുകൊണ്ട് നമുക്ക് സാബു വടുതലെ, ആ കലാകാരനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. സാബു. സാബു എവിടെയാണ്? വടുതലയാണ്. പ്രൊഫഷണലി മിമിക്രിക്കാരനാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയുണ്ടോ? ഞാൻ എഞ്ചിനീയർ ആയിരുന്നു. അത് കളഞ്ഞു. അതിപ്പോൾ പത്രമേഖലയിലാണ്. ശരി. ആദ്യം ആരെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അനുകരിക്കുന്നത്? നമ്മുടെ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇന്ന് രാജ്യം അനുകൂലിക്കുന്നവർ, ഇന്ന് രാജ്യക്ക് വേണ്ടി റാലി നടത്തുന്നവർ, ഇന്ന് രാജ്യയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇന്ന് രാജ്യം തള്ളിപ്പറഞ്ഞവരാ, കോൺഗ്രസിനെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഞങ്ങൾക്ക് ഭയമായിരുന്നു. അടുത്തത് ശ്രീ പിണറായി വിജയൻ. മിസ്റ്റർ ആന്റണി, ഇവിടെ ഒരു രാഷ്ട്രീയ സദാചാര ലംഘനത്തിനെ കുറിച്ച് പറയേണ്ടായി. ഇവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സദാചാര ലംഘനങ്ങളുടെ ഫലമായിട്ടല്ലേ മിസ്റ്റർ ആന്റണി വന്നിട്ടുള്ളത്. അപ്പോൾ ആന്റണിക്ക് ഈ രാഷ്ട്രീയ സദാചാരത്തിനെ കുറിച്ച് പറയാൻ എന്താണ് അർഹത? TP ചന്ദ്രശേഖരൻ അതിദാരുണമായി കൊല്ലപ്പെട്ടു. അതിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട്, നിങ്ങൾക്കും ദുഃഖമുണ്ട് എന്ന് കരുതി ഞങ്ങളുടെ ഒരു പരിപാടിയും ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? കത്തി കണ്ട പേടിച്ചോടുന്നവരല്ല ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരി. അടുത്തത് KV തോമസ്, MP മുൻ മന്ത്രി KV തോമസ്. ഞാൻ കുറട്ടി മുത്തി വിടച്ചിട്ട് നാളിനോടനുബന്ധിച്ച് അങ്കമാലി പോയിരുന്നു. അപ്പോൾ വെച്ച് കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ത്രിവർണ്ണ പതാകയിൽ പുതപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ നേതാവിൻ്റെ, ഈ ചുവന്ന പതാകയിൽ പുതപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ടായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ കമാൻഡർ ഇൻ ചീഫാണ് അദ്ദേഹം. അതൊക്കെ UDF വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ള നേതാക്കന്മാർക്ക് പലപ്പോഴും അനുകരിക്കാൻ പോലും സാധിക്കാറില്ല. Whenever the system in equilibrium is changed, system will adjust in such a way that the effect of that change will be nullified. ബാലകൃഷ്ണ പിള്ള. വലിയ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് നടപടിയെടുക്കത്തില്ല. ചെറിയ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് നടപടിയെടുക്കും. അടൂർ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസ്.
ദുഷ്ടനെ ദൈവം പര പോലെ വളർത്തും. അതിന് കീഴെ ഒരു വാചകം കൂടി ചേർത്തിട്ടുണ്ട്, സന്തതി പരമ്പരകളുടെ പ്രതികാരം ചോദിക്കും. ശ്രീ കെ എം മാണി. PC വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ആളുകൾ അമ്മത്ത് നിങ്ങൾ ഇറങ്ങുകയും ചെയ്തു, ഇങ്ങോട്ടൊന്നും വന്നുമില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഓരോ ബജറ്റിലും ഞാനൊരു ബേസിക് ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഒരു ബേസിക് ഡീഫോർമേഷൻ, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു അക്കൾച്ചറേഷൻ. ശ്രീ കുഞ്ഞാലിക്കുട്ടി. എനിക്ക് നഷ്ടപ്പെടാനോ ഒന്നുമില്ല, കിട്ടാനോ ഒന്നുമില്ല. നിങ്ങൾ എത്ര ശക്തിയിൽ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നോ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ നമ്മൾ തിരിച്ചു വന്നു. അത് രാഷ്ട്രീയത്തിലും അതെ, ജീവിതത്തിലും അതെ. ആ പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. ശ്രീ എ കെ ആന്റണി. മാർക്സിസ്റ്റ് പാർട്ടി 140 MLA-മാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ട് ഒരു കുറുക്കനെ പോലെ കാത്തിരിക്കുകയാണ്. എൻ്റെ പാർട്ടി തകരരുത്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ഏത് ലെവൽ വഴി പോകാൻ തയ്യാറാണ്. അച്യുതാനന്ദൻ എന്തെടുത്താലും എതിർപ്പാണ്. പിണറായി വിജയൻ കുറച്ചൊക്കെ പ്രോഗ്രസീവാണ്. പക്ഷേ ഈ മാർക്സിസ്റ്റ് പാർട്ടി നയം അത് ഈ കേരളത്തിനെ നാശത്തിൽ കൊണ്ട് ഇന്ന് മാത്രമേ എത്തിക്കുള്ളൂ. ഗംഭീരമായിരുന്നു. സാറിൻ്റെ പടത്തിന് ഗോഡ് ഫാദറിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് മിമിക്രി NN പിള്ളേനെ അനുകരിച്ചിട്ടാണ് ആദ്യം മിമിക്രി സ്റ്റാർട്ട് ചെയ്തത്. സാറിന് വരാൻ സാധിച്ചതിൽ വളരെ ഓക്കെ. ഇനി ഒരുപാട് വേദികളിൽ ഇതുപോലെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അങ്ങനെ ഒരു പ്രശസ്തരായ മിമിക്രി കലാകാരൻ കൂടി വേദിയിലേക്ക് എത്തുകയാണ്. എല്ലാ താങ്ക് യു. പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസിൻ. പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും. ഇങ്ങോട്ടൊന്ന് വന്നേടാ. എന്താണ് ചേച്ചി? ദേ കറികളൊക്കെ റെഡിയായി, കുടിക്കാനുള്ള ചൂടുവെള്ളം റെഡിയായോ? റെഡിയാണെന്ന്. എന്നാ വേഗം എല്ലാം എടുത്ത് അടുപ്പിച്ച് വെക്കി. എല്ലാം അടുപ്പത്തല്ലേ വെച്ചിരിക്കണത്? അടുപ്പത്തല്ലടാ, വിളമ്പാനുള്ള സൗകര്യത്തിന് എടുത്ത് അടുപ്പിച്ച് വെക്കാം. ആ ബോർഡ് എടുത്ത് അങ്ങോട്ട് വെച്ചേ. ഓ ചേച്ചി, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ ഹോംലി ഫുഡ് എന്ന് അല്ലെങ്കിൽ ഹോംലി മീൽസ് എന്ന് എഴുതിയിരിക്കുന്നത്? എടാ, ഹോംലി മീൽസ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഊണ്. വീട്ടിലെ ഊണാ? ഈ വീട്ടിലെ ഊണ് കഴിക്കാൻ ആരെങ്കിലും ഇതിനകത്തേക്ക് കയറി വരുമോ? അവർക്ക് വീട്ടിൽ നിന്ന് കഴിച്ചാൽ പോരെ? ഓ എടാ, ഇപ്പൊ ഹോട്ടലിലെ ഊണിയൊക്കെ മായമല്ലേ, അതുകൊണ്ട് വീട്ടിലെ ഊണായി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ആ കാര്യം കറക്റ്റാ ചേച്ചി പറഞ്ഞു. നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്ന പരിശോധിക്കാൻ ആയിരക്കണക്കിന് ലാഭമുണ്ട്, പക്ഷെ മറിച്ച് വയറ്റിലേക്ക് പോകുന്ന സാധനം പരിശോധിക്കാൻ ഇവിടെ ഒരുത്തനും ഇല്ല, ആരും ഇനി ഉണ്ടാകാനും പോണില്ല. നീ ഇത് വിളിച്ചു കൂപ്പിട്ട് ഇനി വല്ല ഫുഡ് ഇൻസ്പെക്ടർ വന്ന് ഇങ്ങോട്ട് കയറട്ടെ. അയ്യോ, ഞാൻ ആരും ഇങ്ങോട്ട് വിളിച്ചു കയറ്റുന്നില്ല. പിന്നെ ഇന്ന് കരിമീൻ വറുത്ത വിളമ്പണ്ട. എന്താ? എടാ, ഇന്ന് എന്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വരും, അവന് വേണ്ടി ഞാൻ വറുത്ത് വെച്ചിരിക്കും. അയ്യോ, ഇന്ന് വരുവാ? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നീ ഇന്നലെ കരിമീൻ വറുത്തതിന്റെ പുറത്ത് സവാള വട്ടത്തിലരിഞ്ഞു വെക്കേണ്ട കാര്യം എന്തുവാ? സവാളക്കൊക്കെ ഇപ്പൊ എന്താ വിലയെന്നറിയാവോ? എന്റെ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മരിച്ചു കിടക്കുന്ന ഒരാളുടെ മേത്ത് നമ്മൾ റീത്ത് വെക്കുവോ? അതുപോലെ ചത്ത കരിമീനല്ലേ, അതിനെ ഒരു അലങ്കാരം ആയിക്കോട്ടെ ഓർത്താൻ ഞാൻ ഈ സവാള അരിഞ്ഞു വെച്ചത്. നിന്റെ അഹങ്കാരമൊക്കെ അവിടെ നിർത്തിയേക്കോ. ഭയങ്കര കാര്യമായി പോയി. ചേച്ചി, ഒരു സംഭവം പറഞ്ഞോണ്ട് കേട്ടാ, നമ്മുടെ കരുണാമയൻ ലോറിയുടെ ഡ്രൈവർ ചന്ദ്രൻ. അയ്യോ, എന്നാ ഇന്ന് എടങ്ങൈ അരിയുടെ ചോറ് തീരും. കരുണാമയനേ കാവൽ വിളക്കേ ഹലോ, നല്ല വിശേഷം. വയ്യേച്ചി വയ്യ. എന്ത് പറ്റിയടാ? ഭയങ്കര തലയിറക്കവും ശ്വാസം മുട്ടലും ഒക്കെ. അയ്യോ, എന്നിട്ട് ഡോക്ടറെ ഒന്നും കാണിച്ചു? അയ്യോ, ഡോക്ടറെ കാണിച്ചു. എന്നിട്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പോയി ഉറങ്ങാൻ കിടക്കുമ്പോഴേ ജനലൊക്കെ തുറന്നിട്ട് കിടക്കാൻ പറഞ്ഞു. അയ്യോ, അങ്ങനെ കിടന്നിട്ട് തലയിറക്കവും ഛർദിലൊക്കെ പോയോ? അയ്യോ, തലയിറക്കം ഛർദിലൊന്നും പോയില്ല. എന്റെ പുതിയൊരു വാച്ചും മൊബൈലും പോയി. അയ്യോടാ, ആരോ അവന്മാർ അപകരിച്ച് കളഞ്ഞു. എങ്ങനെ ഒരു ചാക്കരിയുടെ ചോറല്ലേ കേട്ടത്? പോയി അങ്ങോട്ട് കിടക്കുമ്പോ എല്ലാം പോകും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ നിനക്ക് 2 പ്രാവശ്യത്തിൽ കൂടുതൽ ചോറ് തരില്ല. അതെന്തൊരു ഇടപാടോ? എന്താണ്? ഇത്തിരി കാശ് ഞാൻ കടം മേടിച്ച് 2 പ്രാവശ്യത്തിൽ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ മാത്രം ചോറ് ചോദിക്കരുത് 2 പ്രാവശ്യം? ചോദിക്കും. കാരണം ഒരു കാര്യമുണ്ട്, ഇവിടെ 40 രൂപയാണ് ഒരു ഊണിന്. നീ ഇവിടെ വന്നിട്ട് 100 രൂപയുടെ കയറ്റിട്ടാ പോണ സുഹൃത്തെ. ഇവിടെ ഇല്ല, ചോറില്ല. ഇത് മുതലാളിക്കില്ലാത്ത ഇതാണല്ലോ. ഇരിക്കി ചോറുതാ. ചോറുതായോ? വെച്ചെന്ന് മനുഷ്യന്റെ കുടല് കരിയുക. അയ്യോ, പെട്ടെന്നാട്ടെ. അയ്യോ, ഇത് പൊട്ടിയലയാണല്ലോ. ഇലയല്ലല്ലോ, നിന്നെ ചോറല്ലേ? ഈ പൊട്ടിയതിനകത്തൊരു ചോറ് പോയച്ചു പിന്നെ എനിക്ക് നഷ്ടമല്ലേ? അപ്പൊ രൂപ തരണം. അയ്യോ, കഴിക്കില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്തേക്ക്. ഈ വെറൈറ്റി സാധനമാണ്, ഒന്ന് ടെസ്റ്റ് ചെയ്തേ.
സൂപ്പർ രസം. അപ്പൊ രസം ഓക്കെ. ഞാനാ വെച്ചത്. അതിന്റെ അറിയാനുണ്ട്. പിന്നെ നിങ്ങളുടെ ഭർത്താവ് ദിനേശൻ ഇപ്പോഴും കള്ളും കുടിയും ബേളമൊക്കെ ആയിട്ട് നടക്കുവാന്നു? ഓ അത് തന്നെ, കള്ളും കുടിച്ചുള്ള ഇടവഴി തോറും നടപ്പ. അവനെ ഇടവഴിയിൽ നിന്ന് മാറ്റി മെയിൻ റോഡായിട്ട് ഒരു 10 മിനിറ്റ് തരാമോ? കുടിയാൻ നിർത്തി തരാം. അതെങ്ങനെ? ഇപ്പൊ ഞാൻ നെഞ്ചത്തൂടെ കയറ്റും, പിന്നെ കുടിക്കത്തില്ല. അയ്യോ എന്നാ പോയാ അവിടുന്ന്. എനിക്കിപ്പോ പേരിനെങ്കിലും ഒരാളുണ്ട്. പേരിന് മതിയാ ഞാനിവിടെ നിൽക്കായിരുന്നു. നാണായിട്ട് പാടില്ല. ഇതുകൂടി ഒന്ന് പരീക്ഷിച്ചു. അത് ഒഴിക്കല്ലേ, ഇതൊന്നും പരീക്ഷിക്കട്ടെ. സൂപ്പർ പുളിശ്ശേരി. അയ്യോ പുളിശ്ശേരി ഓക്കെ, പുളിശ്ശേരി ഓക്കെ. അത് ഞാനാ വെച്ചത്. അതറിയാനുണ്ട്. കഴിക്കല്ലേ, ഈ പുളി ഇതുകൂടി ഒന്ന് ശല്യം ടെസ്റ്റ് ചെയ്തിട്ട് വേണം. ഇതൊക്കെ ഞാൻ പുതിയ സാധനം കണ്ടുപിടിക്കണതല്ലേ. അപ്പൊ പപ്പടം കാച്ചുള്ള എണ്ണ ഓക്കെ. അയ്യോ ഇവര് പ്രാന്താ, ഇവര് കൊച്ചടിയാണെന്നല്ലേ. ക്ഷമിക്കടാ, അവൻ അറിയാതെ പറ്റിപ്പോയതാണ്. അറിയാതെ എന്റെ കൈ തലച്ചെണ്ണ ഒഴിച്ചാണോ? അറിയാതെ. നിന്റെ കൈ പൊള്ളിയപ്പോ എന്റെ ചങ്കാടാ പൊള്ളിയത്. വിളിക്കാത്ത ഞാൻ തകർന്നു പോന്നെ. ചേച്ചി പറഞ്ഞോണ്ട് വെറുതെ വിടുവോ നിന്നെ? ചെയ്യല്ലേടാ. അങ്ങനൊന്നും പറ്റുന്ന കൈയൊന്നും അല്ല. അധ്വാനിക്കുന്ന ജനവിഭാഗം വളയം പിടിക്കുന്ന കയ്യാ. തഴമ്പാ, തൊട്ട് നോക്കി. നേരെ നല്ല ഡള്ളപ്പും എത്ത പോലുണ്ട്. ചോറ് പിന്നെ കളിയാക്ക് കുറെ നേരമായി. വിളമ്പ ഉണ്ടോ? എളുപ്പം പപ്പടം ഉണ്ടോ? പപ്പടം ഉണ്ട്. പപ്പടം എന്താ? കരിമീൻ ഉണ്ടോ? എന്താ? അയ്യോ കരിമീൻ ഇന്ന് ചോദിക്കരുത്. ഇന്ന് എന്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വരും, അവന് കൊടുക്കാൻ വേണ്ടി വറുത്ത് വെച്ചിരിക്കും. കരിമീൻ കൊടുത്ത് നമ്മള് ഇന്നത്തേക്ക് ക്ഷമിക്ക്. ചേച്ചി അയ്യോ ഇതെന്റെ ചോറാ, ഞാൻ തരത്തില്ല. അയ്യോ ഇല്ല. ആങ്ങളെയാ? ചോറിന്റെയോ? ചോറിന്റെ അല്ല, ഇവിടുത്തെ ചേച്ചിയുടെ ആങ്ങളെയാ. എന്റെ ആങ്ങളെ 12 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. പയന്നു പോയി. എന്റെ പൊന്നി ചേച്ചി, ഇത് ഒരു മാറ്റമില്ലല്ലോ. ആണാടാ? ഞാൻ അന്ന് പോയ പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. തടി ചേച്ചി കൂടിയിട്ടുണ്ട് കേട്ടോ. തടി കൂടി മുടി കുറെ പോയില്ലേ, പല്ലൊക്കെ ആകുന്നല്ലോ, കണ്ണൊക്കെ കോമക്കൊണ്ട് പോലെ. ഇതാണോ നീ പറഞ്ഞ ഒരു മാറ്റവും ഇല്ലെന്ന്? പക്ഷെ നിനക്ക് നല്ല മാറ്റമുണ്ട്. എനിക്ക് മാറ്റമുണ്ടോ ചേച്ചി? വെളുത്ത് തുടുത്തിട്ടുണ്ടെന്ന്. അയ്യോ അപ്പൊ പഴയ രൂപം എന്തൊരു രൂപമായിരിക്കും ചേച്ചി ബിസിനസ് കൂടാൻ വേണ്ടി കുബേർ കുഞ്ചി മേടിച്ചു വെച്ചില്ലേ? കുബേർ കുഞ്ചിയോ? കുബേർ കുഞ്ചി. ഓ അത് ഡ്രൈവറാ. ഡ്രൈവർ അല്ലേ, ഹെവി ഡ്രൈവറാ. ചേച്ചി ഈ ആങ്ങളയ്ക്ക് വേണ്ടിയാണോ കരിമീൻ മാറ്റി വെച്ചത്? എന്റെ പൊന്നളിയാ, ഇനിയിപ്പോ കരിമീൻ കൂടെ കയറ്റാത്ത കുഴപ്പം കൂടെ ഉള്ളു, അല്ലേ തന്നെ കരിഞ്ഞിരിക്കുക. ഓഹോ ചേച്ചിക്ക് ഞാൻ ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നേക്കെന്ന് അറിയാവോ? എന്തുവാടാ? സോപ്പ്, പേസ്റ്റ്, കണ്ണാടി. ഓ ഇതൊക്കെ അപ്പുറത്തെ കുമാരൻ ചേട്ടന്റെ കടയിലും കിട്ടും. അപ്പുറത്തെ കുമാരൻ ചേട്ടന്റെ കടയിൽ നിന്ന് കിട്ടുന്നതല്ല, ഇത് ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാ. അതിനിപ്പോ എന്തുവാ പ്രത്യേകത? സോപ്പിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്ന അറിയാമോ? എന്തുവാ? ബദാം പരിപ്പ്, പിസ്ത. പിന്നെ പേസ്റ്റിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്ന അറിയോ? ഏലം, ചുക്ക്. അത് കൊള്ളാം. തിന്നേണ്ട സാധനം മുഴുവൻ പേസ്റ്റിനകത്തും സോപ്പിനകത്തും, തിന്നാൻ തരുന്നതിനകത്ത് മൊത്തം വിഷു. അയ്യോ ഞാനിപ്പോ എന്താ വിഷം? അയ്യോ ഇവിടുത്തെ കാര്യമല്ല, ഷവർമ കഴിച്ച കാര്യം. പിന്നെ അത് പറയണം. ചേച്ചി എനിക്കിവിടെ എന്താ കഴിക്കാനൊക്കെ എടുത്തു. എന്തെങ്കിലും കൂടെ വിശന്ന് വരുമായിരിക്കും. കൊച്ചുങ്ങളൊക്കെ എന്ത് ചെയ്യും? അവര് സ്കൂളിൽ പോയടാ. അവര് വരുന്നതിന് മുമ്പ് എന്തോ പറയാനാ. ഇങ്ങനെ എടുത്താ എനിക്ക് ഇവിടെ വേറെ വരുന്നവർക്ക് കൂടെ കൊടുക്കണ്ടേ? കാശ് തന്നാ പോരെ. ഇതൊന്നും പൊല്ലിയാന്ന് പറയും. ഹലോ, എവിടാ ഗൾഫിൽ? ഞാൻ ദമാമില്. ദമാമിലാണോ? ദമാമില. എന്റെ ഒരു അനിയൻ ചെറുക്കുണ്ട് ഗൾഫിൽ. എവിടെയാ? അവൻ ഏത് ഗുദാമിലാന്ന് അറിയാൻ വയ്യ. പോയ പിന്നെ ഒരു അറിവില്ല വിവരമില്ല. എവിടാന്ന് പോലും അറിയാൻ വയ്യ. എന്താ ജോലിയാ അവിടെ? ഞാൻ അവിടുത്തെ മെയിൻ അല്ലേ? മെയിൻ ആളാണ്. ഞാൻ അറിയാതെ ഇല അവിടെ നിന്ന് ഇറങ്ങത്തില്ല. ഇല തൂപ്പാണോ? അല്ല, ഇല അനങ്ങില്ല, ഞാൻ അറിയാതെ. അങ്ങനൊക്കെ ഉണ്ടോ അവിടെ? ഇപ്പൊ എങ്ങനെ ഉണ്ട് പെട്രോളിനൊക്കെ? അവിടെ പെട്രോൾ പമ്പ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ പെട്രോൾ അടിക്കും? അവിടെ എല്ലാ വണ്ടിയുടെ പുറകിൽ ഒരു പിക്കാസും ഉണ്ട്, ഒരു മഗ്ഗും ഉണ്ട്. എവിടെ വെച്ചാൽ പെട്രോൾ തീരുന്നത് വെച്ചാൽ അവിടെ തന്നെ ഇറങ്ങുക, ഒരു കുഴി കുഴിക്കുക, ഈ മഗ്ഗിനകത്ത് നേരെ പെട്രോൾ കോരി അങ്ങോട്ട് ഒഴിക്കും. അങ്ങനൊക്കെ ഉണ്ടല്ലേ? അത് ഇപ്പോഴും അങ്ങനെയാണോ? ഇപ്പൊ ഈ മഗ്ഗ് കിട്ടാനില്ല, വില കൂടി, അതുകൊണ്ട് ഇപ്പൊ ആ പരിപാടി ഇല്ല. എടാ നമ്മുടെ മഞ്ജു പ്രസവിച്ചടാ. എപ്പോഴാ പറഞ്ഞ കല്യാണം കഴിഞ്ഞേ? അയ്യോ കല്യാണം ഒന്നും കഴിഞ്ഞില്ല, അവക്ക് പ്രസവിക്കാൻ തോന്നി അവള് പ്രസവിച്ചു. ഭയങ്കര പരദൂഷണോ? പിന്നെ അവിടെ ഭക്ഷണ രീതിയൊക്കെ എങ്ങനാ? ഭക്ഷണം രാവിലെ ഒരു ബർഗർ, ഒരു കോള. അയ്യോ ബർഗറും കോളൊക്കെ കിടലോ രാവിലെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോവും. അവിടെ ഒരു ഈന്തപ്പഴം നിപ്പുണ്ട്, നിറച്ച് ഈന്തപ്പഴമാ. അപ്പൊ അത് ഞാൻ കഴിക്കും. ഈന്തപ്പഴം കഴിക്കും, ഇച്ചിരി വെള്ളം കുടിക്കും. ഉച്ചക്ക് ചിക്കൻ ബിരിയാണി, ഒരു കോളായി. ചിക്കൻ ബിരിയാണിയും കോളയെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോകും. ആ വളവിനൊരു ഈന്തപ്പഴം നിപ്പുണ്ട്, അതിന്റെ ചവിട്ടി ഇഷ്ടംപോലെ ഈന്തപ്പഴം കിടപ്പുണ്ട്, പെറുക്കി എടുക്കും, കഴിക്കും, വെച്ച് വെള്ളം. വൈകുന്നേരം മട്ടൻ ബിരിയാണി, കോളായി. ആടിപൊളി. മട്ടൻ ബിരിയാണിയും കോളയെന്ന് ഇതുപോലെ കഴിക്കാൻ വേണ്ടി പോകും. അവിടെ ഈ ഈന്തപ്പഴം നിപ്പുണ്ട്, അതിന്റെ ചവിട്ടി ഇഷ്ടംപോലെ ഈന്തപ്പഴം കിടപ്പുണ്ട്, പെറുക്കി എടുക്കും, കഴിക്കും, വെച്ച് വെള്ളം കുടിക്കും. ചേച്ചിയെ ഗൾഫിൽ ഈ ഈന്തപ്പന ഇല്ലായിരുന്നു ഇവൻ പട്ടിണി കിടന്ന് ചത്തുപോയനെ കേട്ടോ. ഒഴിച്ചു ചോറിങ്ങ പെട്ടെന്ന്. ഭയങ്കര നിവിൻ ബോളിംഗ് ആണല്ലോ. അയ്യോ ഇപ്പൊ കുറഞ്ഞതാ, നേരത്തെ നല്ല ഫഹദ് ബോളിംഗ് ആയിരുന്നു. അയ്യോ കഴിക്കങ്ങോട്ട്. എന്റെ ബോളിങ്ങളൊക്കെ വന്നേക്കും അയാള്. ചക്കര
നിന്റെ കൊമ്പത്തിരുന്നൊരു മാമ്പഴം പോലത്തെ മങ്ങപ്പെണ്ണ് കൃതം പറ്റില്ല കൃതം പറ്റില്ല ഇന്ദ്രം പറ്റില്ല തിത്തില്ല പെണ്ണ. എന്നാ തോന്നി പോത്താടാ നീ കാണിക്കണേ? ഞാനൊന്ന് കൊഴുപ്പ് കുറക്കാൻ വേണ്ടി ചെയ്തതല്ലേ. സാധാരണ ഒരു മനുഷ്യൻ പാട്ട് പാടുമ്പോ കൊഴുപ്പ് കൂട്ടുകയല്ലേ വേണ്ടത്, കുറക്കണതിനകത്തിനാ? അല്ല, എന്റെ ശരീരത്തിൽ ഇച്ചിരി കൊഴുപ്പ് കൂടുതലാണ്. അപ്പൊ ഒന്ന് കുറക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ. അതിന് നീ അടുക്കള കയറി പണിയെടുത്ത് കൊഴുപ്പ് കുറച്ചാ മതി. എനിക്കറിയാം. എനിക്കറിയാം കേട്ടാ. അങ്ങോട്ട് വന്നേക്ക്. ചിങ്ങൊന്നും ആ തോർത്ത് ഒരു സർപ്രൈസ് കാണിച്ചു തരാം. എന്റെ അളിയനാ അത്. 12 വർഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. ഭയങ്കര സ്നേഹം. ഈ ഡെസ്ക് ഒക്കെ മാറ്റിയിട്ട് എന്നെ ഇപ്പൊ ഇവിടെ കെട്ടിപ്പിടിച്ച് കിടന്ന് മറിയുന്ന കാണാം. എന്റെ ചോറ് തട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹം. ഇപ്പൊ കണ്ടോ? എന്തോ സർപ്രൈസ് കൊടുക്കാൻ പോണു. സർപ്രൈസ് കൊടുക്കാം. എന്താ തടിയാ? ഞാനല്ല. അതാരത്? സർപ്രൈസ്. 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 ആരാത്? അയ്യോ എന്താ? ഒന്നുമില്ല, ഒരു സർപ്രൈസ് പൊളിഞ്ഞതാ. നമുക്ക് അകത്ത് വരുന്ന കഴിക്കാൻ അലമ്പന്മാരന്മാര്. അവിടെ നിങ്ങൾ എന്റെ കുഞ്ഞാങ്ങളെ തല്ലിയല്ലേ? ഇവനാ കുഞ്ഞാങ്ങളാ, ഇവ മുതുക്കനാങ്ങളാ. എന്റെ മനുഷ്യ, 4 പേര് ഊണ് കഴിക്കാൻ വരുന്ന നേരവാ. ഇന്നെങ്കിലും ഒന്നും മിണ്ടാതിരിക്കേ. 2 പേരെ കണ്ടു, ബാക്കി 2 പേരെവിടെ? എന്റെ തമ്പുരാനെ, ഇയാൾ ഒരു കാലത്ത് നന്നാവത്തില്ലേ? കേറിപ്പോടിയകത്ത്. ഇന്നത്തെ കച്ചവടം ഞങ്ങൾ നടത്തിക്കോളാം കേട്ടല്ലോ. അപ്പൊ ഇന്നത്തെ കച്ചവടം പൂട്ടി. ഇന്നത്തെ കച്ചവടം പൂട്ടി. അളിയാന്ന് വിളിക്കണ്ടാ. നീ ഗൾഫിൽ നിന്ന് കെട്ടിയെടുത്ത് നിനക്ക് ഇവിടെ തണ്ടി തിന്നാനാണോ? നിനക്ക് ഇപ്പോഴും കള്ളുകൂടി നിർത്തിട്ടില്ല. ഞാൻ കള്ളുകൂടി ഉറങ്ങിക്കോപ്പാ. കുഞ്ഞിനാളായിരുന്നു ഇവരുടെ കല്യാണം. വിവാഹം ഇവരുടെ കുഞ്ഞിനാളല്ല, എന്റെ കുഞ്ഞിനാളായിരുന്നു ഇവരുടെ കല്യാണം. അന്ന് ഞാൻ ഇവിടെ ഒരു വാക്ക് പറഞ്ഞു. ഞാനന്ന് പൊടിയാ, കൊച്ചു കുഞ്ഞാ. അളിയൻ വന്ന് ഇവളെ കെട്ടുന്ന സമയത്ത് ഞാൻ കൊച്ചു കുഞ്ഞാ. അന്ന് ഞാൻ അളിയന്റെ മുഖത്ത് നോക്കി ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു. എന്തോ കാര്യം പറഞ്ഞു? പെങ്ങളെ നോക്കിക്കോണേന്ന്. അയ്യോ, ഇതെന്തുവാ? കൊച്ചു കുഞ്ഞല്ലേ, ഞാൻ കൊച്ചു കുഞ്ഞാരുടെ ശബ്ദത്തിൽ ഞാൻ വിചാരിച്ചു അടക്കാക്കുരിയും തൊണ്ട കയറി ഇരിക്കുവോ. അതെ, ഒരു കൊച്ചു കുഞ്ഞിന്റെ വാക്കിൽ നിന്ന് വന്ന വാക്കാണോ അത്? വാക്കിൽ നിന്ന് വരേണ്ട വാക്കാണോ അത്? ആ വാക്കിൽ നിന്ന് ഞങ്ങൾ കള്ളുപിടിക്കും, അങ്ങനെ മാറ്റി പറയും. വലിയ കൊമ്പം വീഴ്ച വലിയ ആളാവല്ലടാ. എടാ, ഒരു കുഞ്ഞു ചെറുക്കൻ വിളിച്ചു പറഞ്ഞ കാര്യം അത് മോശമായി പോയി. സ്വന്തം പെങ്ങളെ അന്യപുരുഷനോട് ഒന്ന് നോക്കിക്കോളേന്ന്. അത് മോശമായി പോയി കുഞ്ഞത്. എന്റെ അളിയനോടല്ലേ ഞാൻ പറഞ്ഞ പെങ്ങളെ നോക്കണോ? അളിയനോടല്ലേ പറഞ്ഞത് മോശമാണോ? പെണ്ണ് കാണാൻ വരുമ്പോ അളിയനാവൂടാവി. പെണ്ണ് കാണാൻ വരുമ്പോ അളിയനാവൂടാവി. എന്റെ പൊന്നളിയ ഞാനതല്ല പറഞ്ഞത്. എന്റെ പെങ്ങളെ നോക്കണം. നോക്കുന്നുണ്ട് അളിയൻ. നിന്റെ പെങ്ങളെ ഞാൻ നോക്കുന്നില്ലായിരിക്കും, പക്ഷെ നിന്റെ പെങ്ങള് ഇവിടെ നാട്ടുകാരെ മുഴുവൻ നോക്കുന്നുണ്ട്. അതിനെന്തിനാ എന്നെ നോക്കുന്നു? നിന്നെ നോട്ടമുണ്ട് എനിക്ക്. അതെ, ഇവളെ കാണാനായിട്ട് 20 വയസ്സുള്ളൊരു പെണ്ണിനെ കാണിക്കാന്നും പറഞ്ഞ് ബ്രോക്കർ നാരായണനെ വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ പോകുന്നു. അപ്പുറം പൊളിച്ചു. അയാൾ അത് കഴിക്കട്ടളിയത്. ഇത് പറഞ്ഞ കേട്ടിട്ട് കഴിച്ചാ മതി. പോകുന്നു. അവിടെ ചെന്നപ്പോ ഇവർക്ക് 10-35 വയസ്സുണ്ട്. എന്നെ അപ്പൊ ചതിച്ചടിച്ചതല്ലേ? ചതിച്ചില്ല, ഞങ്ങൾ ചതിച്ചിട്ടില്ല. എന്ന് ചതിച്ചെന്നാളീ പറയുന്നത്? ഞങ്ങൾ ചതിച്ചിട്ടില്ല. ഞങ്ങൾ ചതിച്ചിട്ടില്ല. ഇച്ചിരി പുളിശ്ശേരി ഒഴിക്കട്ടെ. അത് തലേ കൂടെ ഒന്ന് ഒഴിച്ചു തരാമോ? ഞാനിത് കണ്ടുപിടിച്ച് കൊണ്ടുവരികയായിരുന്നു. കണ്ടുപിടിക്കാൻ വേറെ വല്ലതാണത്. കഴിക്കാനും സമ്മതിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ പൊന്നളിയെ ഞാൻ അതല്ല പറഞ്ഞേ. അളിയെ ഒരു സമയത്ത് രാവിലെ ഇറങ്ങി പോന്നു, വൈകിട്ട് ഏതോ ഒരു സമയത്ത് കയറി വരുന്നു. ഇവിടെ ഒരു മൂന്നാമതൊരാൾ വേണ്ട, ഇവരെ നോക്കണ്ടേ? അയ്യോ, മൂന്നാമതൊരാളെ വേണ്ടേന്ന് അളിയനെ നിനക്ക് അറിയില്ല, അതാ കാര്യം. എടാ, ഈ മൂന്നാമതൊരാളായിട്ട് ഞാനൊരു തത്തമ്മേനെ മേടിച്ച് വളർത്തി. തത്തമ്മേനെ മേടിച്ച് വളർത്തി. ഈ കടയിലേക്ക് കയറി വരുന്ന നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ആൾക്കാരുടെ മുഴുവൻ ലിസ്റ്റ് ഞാൻ ഈ പേരൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു. തത്തമ്മയ്ക്ക് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ഇപ്പൊ തത്തമ്മ എന്ത്? തത്തമ്മ പട്ടിണി കിടന്ന് ചത്ത് കാണും. ഈ കാലിനല്ലേ വളർത്തുന്നേ, ആഹാരം കൊടുക്കാതെ കൊല്ലും അതിന്. അങ്ങനെയല്ല, ഞാൻ കയറി വരുമ്പോ ഈ പേര് മുഴുവൻ തത്തമ്മേനോട് പറയും. ആളുകളുടെ മൊത്തം പേര് പറയും. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉണ്ടായില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ കയറി വന്നപ്പോ ഈ 2 ദിവസം വന്ന ലിസ്റ്റ് എന്നോട് പറഞ്ഞ് ഈ തത്തമ്മയുടെ നാക്കിലെ വെള്ളവും പോയി, നാക്കും കുഴഞ്ഞ് ചത്തു. ഭയങ്കര ലിസ്റ്റായിരുന്നത്. അതുപോലെ ഒരു ഇതായിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. ഇവനെ ഞാൻ കല്യാണത്തിന് ഞാൻ ഇന്ന് കാണുമ്പോ ഒരു കുഞ്ഞു ചെറുക്കനാൻ വേണ്ടി, കുഞ്ഞിക്കാക്കിരി ചെറുക്കനാൻ വേണ്ടി. ഇപ്പൊ അവൻ എന്റെ മുമ്പിൽ ഇരിക്കാറായി. ഞാൻ അങ്ങനെ ബഹുമാനം ഉണ്ട് എനിക്ക്. അല്ല, അളിയിലിരുന്നോ, കുഴപ്പമില്ല. അളിയിരുന്നോ, അത് സാരില്ല. മനസ്സിലായില്ലേ? 10ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നാക്കുമായിരുന്നു ഇവനെ. 10ാം ക്ലാസ് വരെ ഒരു രക്ഷകർത്താവെന്ന പോലെ. എന്റെ മുമ്പിൽ ഇവന് ഇരിക്കാൻ കൊള്ളാവോ? അത് കുഴപ്പമില്ല, നീ അവിടെ ഇരുന്നോ. നീ അവിടെ ഇരുന്നോ. ഞാൻ ഇവനെ നമ്മൾ ഗൾഫിൽ പോകാനുള്ള സഹായത്തിനായിട്ട്
ഞാൻ പല കാര്യങ്ങളും ഇവന് ചെയ്തു കൊടുത്തു. ഇവന്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ നോക്കി. എൻ്റെ മുമ്പിൽ നിനക്ക് ഇരിക്കാൻ കൊള്ളാവോ? അല്ല അളിയ, ഞാൻ അളിയൻ എൻ്റെ മനസ്സിൽ ഉണ്ട്. അളിയൻ എൻ്റെ ദൈവത്തിന്റെ സ്ഥാനത്തുണ്ട്. എനിക്ക് ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നെ ഞാൻ ഗൾഫിൽ കൊണ്ടുപോയി. നിന്നെ ഞാൻ അത്ര ഞാൻ മാത്രമേ ഇരുന്നു. നീ ഇരുന്നു? അളിയനിരുന്നു. ഞാൻ ഇരിക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അളിയനെ അല്ല, പിന്നെ അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. അതിന്റെ ഞാൻ എന്റെ മനസ്സിലൊരു ദൈവത്തിന്റെ സ്ഥാനത്ത് എപ്പോഴും ഞാൻ അളിയനെ കാണുന്നുണ്ട്. നിങ്ങൾ അവിടെ അതാണ് നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കും പറ്റിയേക്ക് ഉപദേശിക്കാം. അളിയ എന്തോ പേരെന്തോ അളിയൻ്റെ? പണക്കാരൻ ബാബു. എൻ്റെ പണക്കാരൻ ബാബു, നീ ഇപ്പം ഗൾഫിൽ നിന്ന് വരരുതായിരുന്നു. എടാ 40 രൂപയുടെ ഊണ് 400 രൂപയുടെ പണി ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിപ്പം വല്ല തടിമില്ലായിരുന്നു. എനിക്ക് ഇത്ര കഷ്ടപ്പാടില്ല, അറിയാവോ? ഒരു കഷ്ടോ അതെ. ഈ ഊണ് മേടിച്ച് വെച്ച് കാക്കയ്ക്ക് കൊടുക്കാൻ പറ്റാൻ കാണുന്നത് ഇത് കഴിച്ചെടുക്കണോ? ഇത് ചുമ്മാ ആവശ്യമില്ലാണ്ട് വന്ന് ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഇതെന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞത്. ചുമ്മാ എന്നെ കൊണ്ട് കഴിപ്പിക്കത്തിന് എന്റെ കാശും മേടിക്കും. അവിടെ കാണിച്ചു കൂടണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ടാമത് ചോറ് വേണം. പിന്നെ ഇവിടെ ആദ്യമായിട്ട് തന്നെ തിന്നാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇനി രണ്ടാമത് കൊണ്ടിട്ട് എന്തോ കാര്യം? ഇനിയിപ്പോ ശകലം കഴിയട്ടെ. ശകലം കഴിയണ്ട, ചോറ് തീർന്നിരിക്കുന്നു. എന്തു അളിയുടെ പേര്? ഇയാൾ ഏതാ എനിക്കറിയില്ല. നിന്റെ പെങ്ങക്കറിയാം. ഇവന്റെ പേരും ഊരും നമ്പറും ഇമെയിൽ ഐഡിയും ഒക്കെ അറിയാം. എന്തോ പറയുന്നത്? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഞാൻ നീ അത്രക്കാരനല്ല. അകത്തിരിക്കുന്ന സാധനം അത്രക്കാരിയാണ്. കഷ്ടമായി ഒന്നും പറഞ്ഞു കൊടുത്ത് മോശമായിട്ടോ ഒരു മനുഷ്യനെ വിളിച്ചു വരുത്തിച്ച്. എന്റെ പൊന്നളിയ, അളിയെങ്കിലും കിടന്ന് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് അളിയന് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അളിയന് ഞാൻ എന്റെ ഉഗ്ഗനൊരു സാധനം മേടിച്ചിട്ടുണ്ട്. സ്കോച്ച് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന്. ആണെന്ന് ധൈര്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നിന്നെ ഓർക്കാത്ത ദിവസങ്ങളിലെ നീണ്ടല്ലോ. എന്റെ ചോറുണ്ണുമ്പോഴും ഞാൻ എൻ്റെ വീട്ടിലും കിടന്ന് ഉറങ്ങുമ്പോൾ നിന്നെ കിടന്ന് സത്യമായിട്ടും അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണല്ലോ നീ എനിക്ക് കിട്ടാത്ത ഇല്ലാത്ത പറയണ്ട. നാക്ക് ഉരുകി പോകുമ്പോ ഇതൊക്കെ നിന്നോടൊരു കാര്യം ഞാൻ പറയാം. നിന്റെ അളിയൻ ജീവിക്കാൻ വേണ്ടി തിന്നും. ഈ തെണ്ടി ഇവൻ തിന്നാൻ വേണ്ടി ജീവിക്കുന്നവനാ. പ്രാണിയൊക്കെ തരാനാണെങ്കിൽ എനിക്ക് വേണ്ട. ചുമ്മാ ഇത് കഷ്ടമായത്. ഹോംലി മീൽസ് ശരിയാക്കി തരാം. ഹലോ, നമസ്കാരം. ഊണ് തീർന്ന് കപ്പ എടുക്കട്ടെ? വേണ്ട. തലയെടുത്താലോ? തലയെടുക്കാൻ നീ ആണോ തച്ചോളിയോ തന്നോ? പരിപ്പില്ല. പരിപ്പ് ഞാൻ എടുക്കും. ഇന്ന് പോലെ ഈ കടയെ ഞാൻ പൂട്ടും. ആ പറഞ്ഞ ചാലം കറിയുള്ളൂ. ഇത് എടുത്തോണ്ട് പോയാൽ ഞാനാരെന്ന് മനസ്സിലായോ? ഇല്ല. ഈ ഡ്രസ്സ് കണ്ടിട്ട് മനസ്സിലായില്ലടൂ. അയ്യോ സോറി, ക്ഷമിക്കണം. യൂണിഫോം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലതാ. മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഭയക്കുന്ന ഒരാളാ. ഞങ്ങൾക്ക് പേടിയാണ്. എന്താ പറയാ? ഞാനാരാ? മോർച്ചറിയുടെ സെക്യൂരിറ്റി. എടോ, ഞാനാരെന്ന് മനസ്സിലായോ? പീസ് എവിടെ? പീസ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇവിടെ നിൽക്കുന്നതാണ്. എനിക്ക് കഴിക്കാണ്ട് 2 ചിക്കൻ പീസ് എടുത്ത് വെച്ചിരിക്കുക. അത് ഞാൻ തരില്ല. ചിക്കൻ പീസ് അല്ലെന്ന് ഇവിടുത്തെ പീസ് എവിടെ? ഇവിടുത്തെ പീസ് അല്ല, ഞാൻ തരില്ല. ഞാൻ കൊണ്ടുപോകും. പീസ് എവിടെ? പീസ് എവിടെ? പീസ് ഇവിടെ എവിടെ? പീസ് വെച്ചേ. പീസ് എവിടെ? പീസ് എവിടെ? പീസ് ഞാൻ കൊണ്ടുപോകും. പീസ് നീ കൊണ്ടുപോകില്ല. കൊണ്ടുപോകും. പീസ് ഞാൻ കൊണ്ടുപോകും. ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. പീസ് എവിടെ? എന്താ ഈ നിൽക്കുന്ന പീസിന് നീ കൊണ്ടുപോകോ? എന്തോ ചോദിക്കുന്നത്? ഇത് പീസ് അല്ലല്ലോ, ഇത് ട്രാൻസ്ഫോമർ അല്ലേ? നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഞാൻ ആരാന്ന് മനസ്സിലായോ? ഈ KCB കേട്ടിട്ടുണ്ടോ? ഇതൊന്നും അറിയാൻ പാടില്ലാണ്ട് അങ്ങോട്ട് കയറി വന്നേ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് പണ്ട്. ഇപ്പൊ ഒന്ന് കേൾക്കണം. കൃത്യസമയത്ത് ഇരുട്ടിലാക്കുന്ന ബോർഡ്. അത് ശരി, കളിയാക്കുകയാണല്ലേ? നിങ്ങളല്ലേ കളിയാക്കണത്? നിങ്ങൾ KCB-കാരല്ലേ കളിയാക്കണത്? എന്റെ ഒരു കൂട്ടുകാരൻ ആത്മഹത്യ ചെയ്യാനായിട്ട് കറണ്ട് ഉള്ള ഒരു കമ്പി കയറി പിടിച്ചു. ആള് ചത്തില്ല. ഏതവനായാലും കറണ്ട് കയറി പിടിച്ചാൽ ചാകും. ചാകത്തില്ല, ഉറപ്പ്. ഇത് ഒരു 7:30 മണിയായപ്പോഴാണ് കയറി പിടിച്ചത്. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെ കൊല്ലാനുള്ള കറണ്ടും പറ്റി ഈ കേരളത്തിൽ കിട്ടുന്നുണ്ടോ? ഓ, നിങ്ങൾക്ക് വോൾട്ടേജ് ഇല്ല. വോൾട്ടേജ് ഇല്ലെന്നും പറയണ്ട. ഇതിന്റെ പോലെ വോൾട്ടേജ് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് 3 ഫേസ് ആണല്ലേ? 3 ഫേസോ? 3 ഫേസാ? 3 ഫേസ് ആണോ? ബില്ല് എത്രയായി? ബില്ല് എത്രയായി? 3425 രൂപ 35 പൈസ. അയ്യോ, ഇത് കള്ളക്കണക്കാ.
അയ്യോ അതിന് വേണ്ടി ചോറൊന്നും ഞാൻ കഴിച്ചു. ഒരു ഊണിന് 3500. പ്രാന്താ, ചോറിന്റെ കണക്കല്ല പറഞ്ഞത്. പിന്നെ ഇവിടെ ബില്ല് അടയ്ക്കാത്തതിന്റെ കേസ്, കറണ്ട് ബില്ല് അടയ്ക്കാത്തതിന്റെ കേസ്. അയ്യോ കഴിച്ച മുഴുവൻ തേച്ച് ഇനിയിപ്പോ ഒരു ചായം പോണ്ണ കഴിക്കാൻ ഞാൻ എങ്ങനെ പോകും? പോയേ എങ്ങനെ പോകാം? ഇത് അതിലേക്ക് പോയാൽ മതി. പൈസ മേടിക്കല്ലേ അവള്? ഇത് 3 പൈസ അല്ലേ? നിക്ക്, ഞാൻ ഇവിടെ നമ്മളോട് കാര്യം പറഞ്ഞു. നീ പൈസ കൊടുക്കാതെ എങ്ങോട്ടാ ഈ വലിച്ചു വാരി തിന്നിച്ച് എങ്ങോട്ടാ എനിക്ക് പോകണം കൂടെ? പൈസ കൊടുത്താ പോലെ എനിക്ക് കഴിക്കാൻ സമ്മതിക്കാ, പിന്നെ ഞാൻ എന്തിനാ പൈസ തരുന്നേ? ആ പൈസ കൊടുത്തും പോയാൽ മതി. 40 രൂപ കേസല്ലേ ഉള്ളൂ? അത്രേ ഉള്ളു. സിമ്പിൾ. അളിയോ നമ്മളെന്തായാലും ഇവിടെ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു, നമ്മുടെ സുഹൃത്തുക്കളായി. സന്തോഷം. കാശുണ്ടായിരുന്നു 40 രൂപ, എന്റെ കാശില്ലാത്ത. അയ്യോ, ഇത് മുക്കോട്ട് വായത് സ്വർണ്ണമല്ലത്. 3 പൈസ ആണല്ലോ അല്ലേ? എന്ത് 3 പൈസ ആണല്ലോ? 3 പൈസ ആകെ ഇവിടെ ബ്രഹ്മാവിന് മാത്രമേ ഉള്ളൂ. 3 മുഖം. ബ്രഹ്മാവിന് 3 മുഖം. ബ്രഹ്മാവിന് 3 മുഖം. ഞാൻ കുറച്ചാൾ ഗൾഫിലായിരുന്നു, കറക്റ്റ് അറിയാനില്ല. കളിയാക്കുവാണല്ലേ? ശരിയാക്കി തരാം, ശരിയാക്കി തരാം. എത്ര രൂപയാണെന്ന് അറിയാവോ? 2 മാസത്തെ ബില്ല് പെൻഡിങ്ങാ. അളിയാ, അളിയനത് കേൾക്കണം. 2 മാസത്തെ ബില്ല് പെൻഡിങ് ആണെന്ന്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ബില്ല് വന്നപ്പോ ഞങ്ങൾ ഒരു ലൈറ്റ് ഇട്ടില്ല, ഫ്രിഡ്ജ് ഓൺ ചെയ്തില്ല, ഫാൻ കറക്കിയില്ല. പിന്നെ എങ്ങനെ വീണ്ടും ഇത്രയും ബില്ല് വന്നു? ഇതെന്ത് കണക്കായത്? ഇവിടെ ഒരു സാധനം ഗ്രൈൻഡർ വർക്ക് ചെയ്തിട്ടില്ല, AC വർക്ക് ചെയ്തിട്ടില്ല, ഒരു സാധനം ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല. ഒരു സാധനം വർക്ക് ചെയ്ത് ഇത്രയും ബില്ല് എങ്ങനെയായി? ഇപ്പൊ കൊണ്ടുപോയി ഇലക്ട്രോണിക് മീറ്റർ നീ കണ്ടിട്ടുണ്ടോ? ഇലക്ട്രോണിക് മീറ്റർ. അതിനകത്ത് ഒരു 5 ബൾബ് നിന്ന് കത്തുന്നുണ്ട്. ചുമല, പച്ച, ചുവപ്പ്, പച്ച, നീല, മഞ്ഞ. രസത്തിന് വെച്ചേക്കണല്ലേ? രസത്തിന് വെച്ചേക്കണല്ല. ഒരു ബൾബ് കത്തണ 250 വോൾട്ടാ. അയ്യോ, അതെയോ? അതുപോലെ 5 എണ്ണം കത്തുമ്പോ എത്ര വോൾട്ടായി? അപ്പൊ നമ്മൾ ഇത് കത്തിക്കാലെന്ന് അറിഞ്ഞുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നിൽക്കിട്ട് പണിതയാ. അപ്പൊ വഴക്കുണ്ടാക്കാൻ വന്നേക്കുവാ, ഉടക്കിന് വന്നേക്കുക. അതെ, അപ്പോഴേ ഇത് ഞാൻ ഊരും. ഇത് കഴിച്ചോണ്ട് ഉടക്കാം നമുക്ക്. എന്നോട് എഞ്ചിനീയർ പറഞ്ഞെന്നാന്നറിയോ? പല പല പ്രലോഭങ്ങൾ ഉണ്ടാവും, വീഴരുതെന്ന്. ഞാൻ വീഴത്തില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ ഒന്നും പറയത്തില്ല. നമുക്കൊന്ന് കൂടാതെ. ഇവിടെ പല ലൈമന്മാരും പീസൂരാൻ വന്നിട്ട് നിങ്ങൾ പല പല പ്രലോഭങ്ങൾ നടത്തി വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതല്ല, ഒരു പ്രലോഭനത്തിൽ അടിമപ്പെടില്ലെന്ന് സത്യം. സത്യം. സ്കോച്ചാ എങ്ങനെ സംഭവം? എങ്ങനെ? നല്ലതായത്, മണവും ഇല്ല, ഗുണവും ഇല്ല, ഒന്നുമില്ല. ഞാൻ സാധാരണ ഈ അടിച്ചേട്ടങ്ങോട്ട് ഞാൻ ഉത്തരൊക്കെ ഒഴിച്ചോ അടി എത്തി പോവോ പോട്ടെന്ന്. ഞാൻ സാധാരണ ഈ പട്ടിയുടെയും കുതിരയുടെയും പടമുള്ള സാധനം അടിക്കുന്നത്. ഇത് പാറ്റയുടെയാ, ഒരു പാറ്റയുടെ പടമുണ്ട്. അടി അങ്ങോട്ട്. ശരിക്കും പറഞ്ഞോണ്ടല്ലോ, ഈ ഡ്യൂട്ടി സമയത്ത് കൃത്യനിർവഹണത്തിനിടയ്ക്ക് മദ്യപിക്കുന്നത് ഭയങ്കര ശിക്ഷയാ. ഭയങ്കര ശിക്ഷ. കൃത്യനിർവഹണത്തിനിടയ്ക്ക് മദ്യപിക്കുന്നത് നമുക്കിപ്പോ ഇവിടെ കുഴപ്പം, ഈ മണമൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നാലും അതൊരു തെറ്റാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവിടുന്ന് ഈ 3250 രൂപ, ഈ 3250 രൂപ മേടിച്ച് KCB കൊണ്ട് കൊടുക്കുമല്ലോ, 10 പൈസ അതിനകത്ത് നിങ്ങൾക്ക് KCB തരുമോ? തരത്തില്ല. അവർ 10 പൈസ എനിക്ക് തരത്തില്ല. അതാ പറഞ്ഞേ. എനിക്കറിയാവോ, എന്റെ കൂട്ടുകാരൻ ടൗണിൽ ഒരു ഇലക്ട്രോണിക്സ് കട നടത്തുന്നുണ്ട്. അവനൊരു മാസം എത്ര രൂപ അടക്കണമെന്ന് അറിയോ? 10,000 രൂപ. ഞാൻ അവനോട് ഇന്ന് 10,000 രൂപ അടക്കേണ്ട ദിവസമാണ്. കമ്മീഷൻ തരത്തില്ല. അവര് തരത്തില്ല. അതാ പറഞ്ഞു, നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ നമുക്ക് ഇത് ഇല്ലാതാക്കണം. ഈ പൈസ ഇടയ്ക്ക് ഇതൊക്കെ അടിച്ചാൽ ഒരു കുഴപ്പമില്ല, കഴിച്ചു. ഭയങ്കര ശിക്ഷ. സന്തോഷം, ഹാപ്പിക്ക് വേണ്ടി. അടി അങ്ങോട്ട് അടിച്ചോ. അടി അളിയനോ അടി അളിയാ. കൃത്യനിർവഹണം പറഞ്ഞാൽ കൃത്യനിർവഹണമായിരിക്കും. അതെ. ഇവിടെ ഇപ്പൊ നിങ്ങൾ കറണ്ട് പോയി കഴിഞ്ഞാലോ, ഞങ്ങളുടെ ഗൾഫിൽ കറണ്ട് പോയി കഴിഞ്ഞാലോ, ടക്കോട്ടിക്കൊന്ന് ഒറ്റ വിളി, ആ സെക്കൻഡ് കറണ്ട് വരും. ഇവിടെ ഞങ്ങൾ ടക്കോട്ടൊക്കെ വിളിച്ചാ പോരാ, ഹലോ എന്ന് പറഞ്ഞു വിളിക്കണം. പിന്നെ ശരിക്കും പറഞ്ഞ ഞാൻ ലൈമാനല്ല. ഞാനാണ് ലൈമാനാണ്. പറഞ്ഞപ്പോ തന്നെ എടുത്തോണ്ട് ഓടുവാ. ലൈമാനാണ്. ശരിക്കും നിനക്കറിയാവോ, എന്റെ അച്ഛൻ കറണ്ട് കൊണ്ട് കളിച്ച ഒരു വ്യക്തിയാ. ബാറ്ററി എന്നാണോ പേര് അച്ഛൻ്റെ? കറണ്ട് കൊണ്ട് കളിച്ച വ്യക്തിയാ പുള്ളി. കറണ്ട് ഇട്ട് മീൻ പിടിക്കുമായിരുന്നു. അതറിയത്തില്ലേ? ലൈനിലേക്ക് 2 കമ്പി ഇട്ട് നേരെ തോട്ടിലേക്ക് അങ്ങ് ഇടും, വെള്ളത്തിലിടും. അപ്പോഴേക്കും വെള്ളത്തിൽ കിടക്കുന്ന മീനെല്ലാം കൂടെ ചത്തങ്ങ് പോകും. എന്തോരം മീനാണ്, 10 ദിവസം നിന്നാ തീരാത്ത മീനാണ് ഞങ്ങളുടെ. ഒരു ദിവസം ഈ ഇടവപ്പാതി മഴ പെയ്യുന്ന സമയം, കാലക്ക വെള്ളം അടിച്ചു കയറ്റി ഇങ്ങനെ വരുവാ. അപ്പൊ അച്ഛനോട് പറഞ്ഞു, എടോ വെള്ളം കലങ്ങി വരണ്ടേ, ഞാൻ ഇന്ന് മീൻ പിടിക്കുന്നു. ഒരു ചാക്ക് കൊടുത്തങ്ങ് പോയി. എന്നിട്ട് ലൈൻ കമ്പിയിലേക്ക് കൊളുത്തി നേരെ അങ്ങ് ഇട്ടു. ഇട്ടിപ്പോ അങ്ങ് ഇട്ടില്ല. അതിനും പാട് കാരി കൂരി എന്ന് വേണ്ട സകല സാധനം ചത്തങ്ങ് പൊങ്ങി. അച്ഛന് വീണെന്ന് പറഞ്ഞ ആക്രാന്തല്ലേ, അച്ഛനെടുത്തങ്ങ് ചാടി. കുറച്ച് കഴിഞ്ഞ് അച്ഛൻ പൊങ്ങി വന്നപ്പോ വായിലൊരു 10 എണ്ണം, കയ്യിൽ 2 എണ്ണം പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും 1.5 മണിക്കൂർ. 1.5 മണിക്കൂറോ? അന്ന 1.5 മണിക്കൂർ. എടാ കറണ്ട് ഓഫ് ചെയ്യാതല്ലേ ഉള്ളി എടുത്ത് ചത്തുപോയെന്ന്. എന്റെ ദൈവമേ. എന്നിട്ട് എന്ത് ചെയ്തു? ഇതും കൊണ്ട് നേരെ പെട്ടിക്കകത്ത് കയറുവോ? ഇല്ല, ഇങ്ങനെ നിർത്തി അങ്ങ് കത്തിച്ചു. ഈ മീനൊക്കെ മീനൊക്കെ സഞ്ചയത്തിന് എല്ലാരും കറി വെച്ച് കഴിച്ചു. അടി അങ്ങോട്ട് അടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും ഉണ്ടല്ലോ, നിങ്ങൾ
പോസ്റ്റ്മാൻ അല്ല. അതെ സത്യം, നിങ്ങൾ പോസ്റ്റ്മാൻ അല്ല. എടാ ഞാൻ ലൈമാനാ. നീ ഇവർ ലൈമാനല്ലേ? ഇവര് എനിക്ക് തെറ്റിപ്പോയി, ഓർമ്മ എനിക്ക് അടിച്ചാലേ ശരിയാവുള്ളൂ. ഇവര് ലൈമാനാണ്. ലൈമാനാണ് അവര്. ഞാൻ ലൈമാനല്ലേ? ലൈമാനാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തെറിച്ചു പോകുന്നു. അത് ഭാഗ്യം കൊണ്ട്. അല്ല ഭാഗ്യം, ഭാഗ്യമില്ലാത്തവനാണെങ്കിൽ തട്ടിപ്പോവും. അങ്ങനെ അതാ സത്യം. ഈ തമിഴ്നാട്ടിലുണ്ടല്ലോ കാറ്റിന്നാ കറണ്ട് ഉണ്ടാക്കുന്നത്. തമിഴ്നാട്ടില്. കേരളത്തിൽ കാറ്റടിച്ചാൽ അപ്പ കറണ്ട് പോകും. ഒരു കാര്യം ഇയാൾ പറഞ്ഞിരിക്കാൻ പറ്റില്ല. ആരാ വിളിക്കുന്നത്? മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജോ? ആരാവുന്നു ഈ ചില സമയത്ത് ഈ ഫോണിന്റെ കാര്യം പറഞ്ഞാൽ ലോക പരാജയ. അയ്യോ എഞ്ചിനീയർ സാറാ. എടാ അവരെ പി സൂര്യോടാ. എൻ്റെ പി സൂര്യ വന്നു. എൻ്റെ ദൈവ അതല്ലേ? എന്ത് പറഞ്ഞാലും എന്നോടൊരു വാക്ക് പറയാല. കറക്റ്റാ പുള്ളി. നല്ല മനുഷ്യനാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മള് അടിച്ചോ കൃത്യത്തിനിടയ്ക്ക് മദ്യപിച്ച അടിച്ചോ. ഈ പുള്ളിയല്ലേ? ഒന്നുമില്ല, എന്നാലും നമ്മള് കഴിച്ച് ഇത്രയൊക്കെ ആയി. ഹലോ. ഇല്ല, ഊരുന്നില്ല. സൗകര്യമില്ല. ഊരിയില്ല എന്ത് ചെയ്യും? നിന്റെ പണി ഞാൻ കളയും. പേടിപ്പിക്കല്ലേ. ഓണത്തിന് പോലെ നീ എന്നെ വീട്ടിൽ വിട്ടില്ലല്ലോ. നിന്റെ സന്തതി പരമ്പരകൾ ഗുണം പിടിക്കത്തില്ല. ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ല. അതെ, എനിക്ക് ഈ പണി വേണ്ട. പീസുണ്ടോ? എനിക്ക് സൗകര്യമില്ല. ചിക്കന്റെ പീസ്. ശരി, ഞാൻ എൻ്റെ സുഹൃത്തിനെ കൊടുക്കാം. അതെ, വെള്ളമാണ്, നല്ല വെള്ളമാണ്. ഞാൻ സുഹൃത്തിനെ കൊടുക്കാം. കേട്ടിവിട്ടു. ഹലോ, എഞ്ചിനീയറാണോ? നിന്റെ നെഞ്ച് നീരാക്കൂടാ. നീ ആരാടാ? നീ എവിടുന്നാ വന്നേ? നീ പീസൂരൻ പറഞ്ഞ പീസൂരാ ഞാൻ. നീ ആരാ പീസൂരാണോ? എന്റെ ഒരു സുഹൃത്താ, ഗൾഫിൽ നിന്ന് എന്നെ വിളിച്ച് ചീത്ത വിളിക്കുന്നു. ഒറ്റപ്പണി നല്ല നല്ല തെറി അറിയാമെങ്കിൽ വിളിച്ചു. എടാ തെണ്ടി, എടാ ഞാനടാ ലൈമാൻ. നിനക്ക് ധൈര്യം ഉണ്ടോ ഇന്ത്യയിലേക്ക് വരാൻ? കേറിന്റെ അന്നദാന പാത്രം ഞാൻ ചവിട്ടി കിടക്കും. ഇതാ ഫോൺ. ഇതെന്തിനാ എനിക്ക്? ചേട്ടന്റെ ഫോൺ ചേട്ടൻ പിടിച്ചു. എന്റെ ഫോണാണ്. അയ്യോ, എന്റെ ഫോണിലേക്ക് നിന്റെ കൂട്ടുകാരൻ എങ്ങനെ വിളിക്കും? എന്റെ കൂട്ടുകാരല്ല വിളിച്ചേ, നിങ്ങളുടെ എഞ്ചിനീയറാ വിളിച്ചു. അയ്യോ അമ്മ, എഞ്ചിനീയറാ ജോലി പോകുമ്പോ എടുക്കുന്നു. അയ്യോ എന്റെ ജോലി പോകും. എന്തെങ്കിലും അയ്യോ പതുക്കെ വിളി. ഹലോ. അയ്യോ എന്നാ പറ്റി? എന്റെ ജോലി പോയോ? ജോലി പോയോ? അതെ, ജോലി പോയത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇല്ല. കൃത്യനിർവഹണത്തിന്റെ ഇടയ്ക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷയാ. അയ്യോ. ഭീമ സിനിമ ചിരിമയുടെ ചിരിക്കാഴ്ചകളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. കർണാടക തമിഴ്നാട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തമിഴ്നാട് വഴിയാണ് ഇപ്പോൾ വന്നത് മോളെ. നമസ്കാരം. നമസ്കാരം. എത്ര കാലായി കണ്ടിട്ട്. ഞാൻ ഡെറാഡൂണിലല്ലേ, പിന്നെ ഞാൻ അവിടെ അതിർത്തിയിലായിരുന്നു കുറച്ചാള്. സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കണം. അപ്പൊ അവിടെ നിന്ന് ഒരു ഫോൺ കോൾ വന്നേക്കണം. ആരാ വിളിച്ചേക്കണത്? സിദ്ദിഖ് സാർ വിളിച്ചേക്കണ. സിദ്ദിഖ് സാർ വിളിച്ചോ? എന്തിനായിരുന്നു? അതായത് ഇവിടെ വന്നം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്തണമെന്നും പറഞ്ഞിട്ട് ഇവിടെയോ? വരാണ്ടിരിക്കുന്ന വൃത്തിയുണ്ടാവണേ, വന്നേ പറ്റുള്ളൂ. അല്ല, സിദ്ദിഖ് സാർ വിളിച്ചോ? വിളിച്ചേ, ഞാൻ പിന്നെ നുണ പറയേണ്ട കാര്യമില്ല. എപ്പോഴും സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അതെ അതെ. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ട് എന്തിനാ വന്നത്? ഇവിടെ വന്നതെന്ന് പറഞ്ഞാല് പിള്ളേരെയൊക്കെ ഒന്ന് നിയന്ത്രിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ സിനിമ ഫീൽഡായിട്ട് ഇവരൊക്കെയാണോ? അല്ലല്ല, നമ്മുടെ ഇവിടുത്തെ മൊത്തം കാര്യങ്ങള് അങ്ങനെയൊക്കെയാണ്. സിനിമ ഫീൽഡോ? സിനിമ ഫീൽഡ്. ഞാൻ രാമോജി റാവു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു? അവിടെ അഭിനയം പഠിച്ചിറങ്ങി. അഭിനയം പഠിച്ചിറങ്ങിയോ? പുറത്തു പറയണ്ട, നമ്മ തമ്മിൽ ഇറങ്ങിയോ. എന്റെ ദൈവമേ, അപ്പൊ വലിയ നടനാണോ? പിന്നെ ഞാൻ ശരിക്കും മോഹൻലാലായിട്ട് ഒരു കഥ കേട്ടിട്ടില്ലല്ലേ? ലാലേട്ടനായിട്ടുള്ള കഥ ഞാൻ കേട്ടില്ല. അതായത് ഇവര് മറ്റേ കീർത്തിയാക്കർ ഷൂട്ടിങ്ങിന് കാശ്മീർ താഴ്വരയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്തൊരു തോക്കുണ്ടായിരുന്നു, വളരെ മിഷയം കണ്ണു. ഒരു 250 കിലോ കാണും. 250 കിലോ ഉണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാല് ഞാൻ അർണോൾഡും പിന്നെ റാംബോ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് വെച്ചിട്ട്
അത് ഇങ്ങോട്ട് അറിഞ്ഞൂടില്ലേ അത് അമ്മക്ക് അറിഞ്ഞു പണ്ടത്തെ കുറച്ച് നടന്മാരാണ് അപ്പൊ അതിന് ശേഷം പിന്നെ ആർക്ക് കൊടുത്തിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല അപ്പൊ മോഹൻലാൽ വന്നിട്ട് എന്നോട് പറഞ്ഞ് കേണൽ എങ്ങനെയെങ്കിലും ആ തോക്കൊന്ന് തന്നെ എനിക്ക് ഇതിലൊന്ന് ഉപയോഗിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അന്ന് കൊടുത്തു. അപ്പൊ മോഹൻലാൽ അന്ന് ഇങ്ങനെ ചരിഞ്ഞിരിക്കണ്ട തോളിങ്ങനെ ചരിവുണ്ട്. അപ്പൊ അന്ന് ഞാനിത് കൊടുത്തു വിട്ടു മോളെ. എന്റെ പൊന്നോ, ഫസ്റ്റ് ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോ ചെറുതായിട്ട് ഇവിടെ തോളത്തേറ്റ് വെച്ച് പയ്യൊന്ന് തോളി ചരിവ് നേരെയായി. മനസ്സിലായില്ലേ? അപ്പൊ അന്ന് പഴയ ഇതിനേലും ഒന്നും കൂടി നീർന്നിട്ടുണ്ട്. എന്റെ തോക്കിന് ഒരു ഗുണമുണ്ട്. അങ്ങനെ അല്ല ഇവിടെ വന്നെന്ന് പറഞ്ഞാല് ഞാൻ വന്ന വഴിക്ക് നമ്മുടെ ഈ പത്തനംതിട്ട റൂട്ടാണ് ഇവിടെ കയറിയത്, തമിഴ്നാട് ബോർഡർ കയറിയിട്ട്. അപ്പൊ പത്തനംതിട്ട റൂട്ടുകൾ വന്നപ്പോ ഞാൻ ഒന്ന് ക്ഷീണം കാരണം ഒരു ഗുഹയില് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ കയറി. മെഡിറ്റേഷൻ ആയിട്ട് കയറി. അവിടെ കയറി കഴിഞ്ഞപ്പോ മോളെ ഒരു സിംഹം അങ്ങോട്ട് കയറി വരെയാണ്. കൊല്ല നിവൃത്തിയുണ്ടാ സിംഹം എന്നെ വെറുതെ വിട്ടു പോയിക്കോളാൻ പറഞ്ഞു. വെറുതെ വിട്ടു. എന്ത് പറ്റി? സിംഹത്തിന് കണ്ണ് കാണില്ലായിരുന്നോ? അല്ലല്ല, അതല്ല, അന്ന് സിംഹത്തിന് വ്രതമായിരുന്നു, നോമ്പാണ്. അപ്പൊ അന്ന് ഇറച്ചി കൂട്ടാൻ പാടില്ല. അങ്ങനെ പുള്ളി പോന്നു. അങ്ങനെ അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്ന് കേറി. എന്റെ ബെടായി അങ്കിൾ, ഇതൊന്നും നിർത്തിക്കൂടെ? കൊറേ കാലായി ഞാൻ കേൾക്കണു. ആൾക്കാര് ബെടായി ബെടായി പറയുന്നത് ഒക്കെ സത്യം കേട്ടോ മോളെ. ആണല്ലേ? കേൾക്കുമ്പോ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അവിശ്വസനീയമായ കഥകളാണ്. അതുകൊണ്ടാണ്. അത് മോളുടെ തെറ്റിദ്ധാരണ ആണല്ലേ? ശരി. അപ്പം അങ്കിളെ ഞാൻ ഒന്ന് പൊക്കോട്ടെ. പോയിട്ട് വാ. എനിക്ക് ഒരുപാട് റെസ്റ്റ് ചെയ്യാം. അല്ല അങ്കിൾ, അവിടെ പോയി റെസ്റ്റ് ചെയ്തോളൂ. എനിക്ക് ഇനിയും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. ഞാൻ വേറെ ഒരാളെ വിടാം. ഞാൻ പോവാട്ടോ. ബൈ ബൈ. ഓ ശരി. ഹലോ എടാ ബാബു, എടാ ആണോ നീ ഫ്രീ ആണെന്ന്? ചേടാ പേര് ചോദിക്കണേക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. കേവാ നിന്നെ പിടിച്ചോളടാ, കിട്ടോണ്ട് എനിക്ക്. ആ സുഭാഷേടാ, നിന്റെ ചെവിന്ന് ചോരയൊക്കെ വന്നെന്ന് പറഞ്ഞ് ആണോ? അപ്പൊ ഡോക്ടറെ കണ്ടത് തുന്നിക്കെട്ടി വീട്ടിലിരിക്കട്ടാ. നാളെ രാവിലെ ഞാൻ വന്നിട്ട് ആ ചെവിയിൽ ഒരു നല്ലൊരു കഥ പറഞ്ഞു തന്നേക്കാം. നല്ല അസല് കഥ, ഉഗ്രം. നീ അവനും വെച്ചാണ്. നമസ്കാരം. ഞാൻ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കിണൽ ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്ന് ഞാൻ 1-2 കണ്ടായിരുന്നു. ഞാനേ മോനൊരു ചെറിയ സംശയം. എന്താണ്? അവൻ ഇന്നലെ എന്നോട് ചോദിച്ചു, വാസ്കോഡ ഗാമ കപ്പൽ ഇറങ്ങിയത് എവിടെയാണ് കിണലെ? വാസുവിന്റെ അമ്മ കപ്പ് ഒഴുകിയിട്ട്? വാസുവിന്റെ അമ്മ കപ്പ് ഒഴുകിയതല്ല, വാസ്കോഡ ഗാമ കപ്പൽ ഇറങ്ങിയത് എവിടെയാണെന്ന്. വാസ്കോഡ ഗാമ എടാ, അത് ഏത് കൊച്ചു പിള്ളേർക്ക് അറിയാവുന്ന കേസിലാണ്. പക്ഷെ എന്റെ മോൻ അറിഞ്ഞൂടാ. അവന് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം അവനോട്, നീ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. എവിടെയാണ് സ്ഥലം? അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ണൂരായിരുന്നു വാസ്കോഡ ഗാമ ഇറങ്ങിയത്. കപ്പൽ ഇറങ്ങിയതാ കണ്ണൂരാ? കണ്ണൂര്. അവൻ പറഞ്ഞ കണ്ണൂരല്ലെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ആലപ്പുഴ ആയിരിക്കുള്ളൂ. ആലപ്പുഴ അവനോട് സാധ്യത. ആലപ്പുഴയിലല്ല എന്റെ പൊന്നു കിണലേ. ഏതൊരു ഇനി നീ ഉറപ്പിച്ചു. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞേക്കാം, കൊല്ലം വിട്ടു പോകൂല. കൊല്ലത്ത് തന്നെ ഉറപ്പിച്ചേക്കാം 100%. ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല. അങ്ങോട്ട് പോയിട്ടില്ല. ഈ ഭാഗത്ത് എവിടെയാണ് ഇറങ്ങിയത്? അങ്ങനെയാണെങ്കിൽ ഇടാ കോഴിക്കോടായിരിക്കോടാ. എന്തായാലും ചാവക്കാട് അല്ലെങ്കിൽ കോഴിക്കോടാ? കോഴിക്കോടാണ്. കോഴിക്കോട്. ചാവക്കാട് അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കും. കോഴിക്കോടായിരിക്കും. എന്നാ പിന്നെ കോഴിക്കോടോ ചാവക്കാടായിരിക്കും? കോഴിക്കോടായിരിക്കുള്ളൂ. പട്ടാളത്തിൽ ഞാൻ സുബൈദാർ മേജർ ആയിരുന്നു. സുബൈറിന്റെ മാനേജർ ആയിരുന്നല്ലേ? സുബൈറിന്റെ മാനേജർ അല്ല, സുബൈദാർ മേനേജർ. ഒരു ഇന്നത്തെ പദവിയാണ് അവിടുത്തെ. പട്ടാളത്തിലെ അവിടുത്തെ പദവിയിൽ ഞാൻ ഉണ്ടായിരുന്നു കുറെ കാലം. ഈ മേജർ രവി എന്നൊക്കെ പറഞ്ഞ പോലെ. മേജർ രവി എന്ന് പറഞ്ഞാൽ പുള്ളി അന്ന് മൈനറാണ് വന്ന സമയത്ത്, പിന്നീടാണ് മേജർ ആയത്. അപ്പൊ അന്ന് ഞാൻ മേജറാണ് ഇവിടെ. ഈ മേജർ രവി മൈനറായിട്ട് വരുമ്പോ ഞാൻ മേജറാണ്. എന്നെ നേരിട്ട് അവിടെ മേജർ ആക്കിയാണ് അവർ. ചെന്നപ്പോ തന്നെ മേജർ ആക്കി. അല്ലാണ്ട് അവിടെ വേറെ മേജർമാരില്ലായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല അവിടെ. അപ്പൊ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഈ ആൾക്കാരൊക്കെ ഇപ്പോഴും കാണാറുണ്ടോ? പിന്നെ ഞങ്ങൾ ഇടാപോടാ ബന്ധമല്ലേ മിക്കപ്പോഴും ഈ ഓഫീസർമാരായിട്ട്. ഞാൻ ചില സമയത്ത് വരെ കാണുമ്പോ ഞാൻ അവിടെ എടാ എന്ന് വിളിക്കും. അപ്പൊ ഒരു അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഞങ്ങൾക്ക് തമ്മിൽ. സിനിമയിൽ അഭിനയിക്കാൻ അതിനിടയ്ക്ക് ആരോ വിളിച്ചെന്ന് പറഞ്ഞു. സിനിമയുടെ സംഭവം ലാൽ ജോസിന്റെ പടത്തിൽ മമ്മൂട്ടി നായകനായിട്ടുള്ള ലാൽ ജോസിന്റെ പടത്തിൽ അഭിനയിച്ചിട്ട് ഇപ്പോഴും പോയില്ല. പട്ടാളത്തിലെ സിനിമ മമ്മൂട്ടിയുടെ പടം. മമ്മൂട്ടി നേരിട്ട് വിളിച്ചങ്ങനെ നേരിട്ട് ചെല്ലണം, നായകന്റെ സ്ഥാനം തരാന്ന് പറഞ്ഞു. നായകൻ മമ്മൂട്ടിയല്ലേ? അല്ല, പുള്ളിയുടെ തൊട്ടടുത്ത സ്ഥാനം എനിക്ക് തരാന്ന് പറഞ്ഞു. കാരണം ഈ പട്ടാളമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഞാനാണല്ല. അപ്പൊ എന്നോട് കുറെ പട്ടാള ചിട്ടയൊക്കെ അറിയാലെന്നൊരു വിളിച്ചിടാം. എന്റെ പൊന്നുമോനെ, പോണ ദിവസം രാവിലെ ഞാൻ ഒരു ചക്കച്ചോള തിന്നു. എനിക്ക് വയറുവേന എടുത്തിട്ട് അന്ന് പോകാൻ പറ്റിയില്ല. ആ വയറുവേന വന്നത് നന്നായി. എന്താണ്? കേണൽ അവിടെ പോയിരുന്നെങ്കിൽ അവർക്കൊരു തലവേദനയായി പോയിരുന്നു. നുണ പറയണേനൊക്കെ ഒരു കയ്യും കാലമൊക്കെ വേണ്ടേ? ഇതുള്ള സംഭവം സത്യം എല്ലാ അർത്ഥത്തിനാവോളം. മനസ്സിലായില്ലേ?
ഈ ഡെറാഡൂണിൽ നിന്ന് എപ്പോഴാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഡെറാഡൂണിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ പൊന്നുമോൻ ഇങ്ങോട്ട് ഒരു ദിവസം വന്ന വഴിക്ക് നീട്ടരുത്, എനിക്ക് പോകാനുള്ള. അല്ലടാ, കോടനാട് വനത്തിന്റെ ആ മധ്യത്തില് ഒരു കൊറ്റക്കൊമ്പന് ഇങ്ങനെ നിൽക്കണ വഴിയിൽ മാർഗതടസ്സമായിട്ട് നിൽക്കണം. അപ്പൊ ഞാൻ ചെന്നിട്ടൊന്നും മയത്തിന് പറഞ്ഞൊന്നും മാറ്റി എനിക്ക് പോകാനല്ലേ ഇങ്ങോട്ട് വീട്ടിലേക്ക്. ആനയോട് അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ തുമ്പിക്കേക്ക് കോരി ഇങ്ങനെ അവിടെ എടുത്ത് ഞാനും ആനയും മുഖാമുഖം ഇങ്ങനെ നിൽക്കേടാ. ആന തുമ്പിക്കയുടെ ഇടയിൽ കോരി എടുത്തിട്ട് മുഖാമുഖം. അപ്പൊ എന്താണ്, ഈ ആനക്ക് വേറെ കാര്യമുണ്ട്, എന്നെ അപ്പൊ തന്നെ താഴെ ഇറക്കി. എന്താ കാര്യം? കാരണം എന്താന്ന് വെച്ചാല് സിംഹത്തിന് പേടിയാണല്ലേ ഈ ആനക്ക്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് താഴെ ഇറക്കണേക്ക് മുമ്പ് ഒരൊറ്റ കുടച്ചിൽ ഞാൻ തെറിച്ച്. എനിക്ക് ഓർമ്മ വരുമ്പോ ഞാൻ എവിടെ നിന്ന് അറിയുമോ? ശാന്തയുടെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നു. വലിയ പറമ്പിലെ ശാന്ത ചേച്ചിയുടെ വീട്ടിൽ. അവസാനോടാ പിന്നെ അങ്ങനെ ശാന്തനെയും കെട്ടി 3 പിള്ളേരുമായിട്ട് ഞാൻ അവിടെ സുഖമായിട്ട് ജീവിച്ചു. കോടനാട് വഴി ഇപ്പൊ പോയി കഴിഞ്ഞാൽ ആനോടെ നിൽക്കുക. എന്തിനാടാ? അല്ല, എനിക്കൊന്ന് ശാന്ത ചേച്ചിയുടെ വീട്ടിൽ പോണോർന്നു. ആടാ, അന്നത്തോടുകൂടി ആന കുടച്ചിൽ നിർത്തിയെന്നാണ് പറഞ്ഞത്. പിന്നെ കുടഞ്ഞിട്ടില്ല ആര്. ഇല്ലല്ലേ? ഒറ്റ കുടച്ചിലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്. അങ്ങനെ പോണ്. പക്ഷെ നിന്നെ കണ്ടപ്പോ നിന്റെ അപ്പൂപ്പന്റെ കാര്യം ഒന്ന് ഓർത്ത് പോയി ഞാൻ. ഉപ്പൻ ഈ ഓണത്തിന് നശിപ്പിച്ച് കളഞ്ഞില്ലേ തിരുവോ? അതാണ് ഒന്ന് അറിയാൻ വേണ്ടി കണ്ടപ്പോ ചോദിക്കണമെന്നൊരു അത്. അപ്പൂപ്പന്റെ കയ്യിൽ കിണൽ എപ്പോഴും ചോദിക്കൂലേ, ഒരു വജ്രവും ഡയമണ്ടും പുഷ്യരാവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള മാർത്താണ്ഡ ഓർമ്മ കൊടുത്താണത്. മാർത്താണ്ഡ? മറ്റേ മാർത്താണ്ഡ ഓർമ്മയല്ല, മാർത്താണ്ഡത്ത് ഞങ്ങളുടെ ഒരു വർമ്മയെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അതാണ് ഓർത്തത്. അത് പാരമ്പര്യമായിട്ട് ഇവർക്ക് കൊടുത്താണ്. അന്ന് അതിന് വലിയ വിലയില്ല. പക്ഷെ പുഷ്യരാഗവും മരതകവും ഇതെല്ലാം കൂടി ചേർന്നേക്കണ കാരണം ഈ സാധനത്തിന് ഒരു 1.5-1.25 ലക്ഷം രൂപ വില വരും. ഈ മനുഷ്യൻ ആ തിരുവോണത്തിന് അടപ്രഥമൻ ഉണ്ടാക്കി ഇലയിട്ട് പായസം വെച്ച് കൊടുത്തു. പായസം നക്കി അടിക്കണ കൂട്ടത്തിൽ 4 തവണ ഇങ്ങനെ അടപ്രഥമൻ അടിച്ചടിച്ച് നക്കി വന്നപ്പോ ഈ മോതിരം കാണായി. മോതിരം ഉണ്ടാക്കി പോയി. ബന്ധുമിത്രാദികൾ ഞങ്ങൾ കണ്ണും തെളിയിക്കണല്ലേ. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു അടിയന്തരമായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അടിയന്തരം നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഡോക്ടറും ഞാനും കൂടിയുള്ള തർക്കത്തിൽ അവസാനം ഓപ്പറേഷൻ നടന്നു. ഞങ്ങളുടെ ഭാഗ്യമാണോ ആരെയോ ഭാഗ്യമാണോ, ഓപ്പറേഷൻ സക്സസ്, മോതിരം കിട്ടി. പിന്നെ സന്തോഷത്തിന് ആടിച്ച് പൊളിച്ച് പിക്നിക്ക്, വീഗാലാൻഡ്, നാഗാലാൻഡ്, ഊട്ടി, മൈസൂർ എല്ലായിടത്തും വലിയ ആവശ്യമായി കളഞ്ഞു. ബാക്കി ഉണ്ടായിരുന്ന കാശിനി അപ്പൂപ്പന്റെ അടിയന്തരവും നടത്തി. സാധനത്തേക്ക് കഴിഞ്ഞ പിന്നെ ആള് പിസായി പോവില്ലേ. പിന്നെ എന്റെ അച്ഛനും ഈ കേണലും തമ്മിൽ എന്താ ഇത്ര വഴക്ക്? നിന്റെ അച്ഛന്റെ കാര്യം മാത്രം എന്റെ പൊന്നുവാൻ ഇവിടെ നീ മിണ്ടരുത്. അച്ഛൻ ഇപ്പോഴും എന്നോട് പറയും കേണൽ കണ്ട കാർക്ക് ചുപ്പൊന്നു. അവൻ എന്നോട് ചെയ്ത കേണലിന്റെ അച്ഛനും എന്റെ അച്ഛനും തമ്മിൽ എന്താ അടുപ്പമെന്ന്? കേണലിന്റെ അച്ഛൻ മരിച്ചപ്പോ എന്റെ അച്ഛൻ അവിടെ ഓടിയെത്തിയല്ല. എന്റെ അച്ഛൻ മരിച്ച സമയത്തുള്ള സംഭവം അന്നാണ് ഞാൻ പിരിഞ്ഞ് അറിയാം. അല്ല കേണൽ അങ്ങനെയല്ല, ഒരാള് ആ മാവ് കെട്ടാനും ആ ചിത കത്തിക്കാനും അവിടെ ഭംഗിയായിട്ട് നിന്ന് എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറയണ കേൾക്കണേ. കേണലിനെ വന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും കേണലി അച്ഛനെ കാണുമ്പോൾ ഇപ്പോഴും ഒരുപാട്. എന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ അച്ഛൻ വന്നേക്കണ എന്റെ അടുത്ത്, കേണലെ നീ കരയണ്ട, നിന്റെ അച്ഛൻ മരിച്ചത് പോട്ടെ അങ്ങട്. അച്ഛന്റെ ആത്മാവ് ഒരു നക്ഷത്രമായിട്ട് ആകാശത്ത് തെളിഞ്ഞിരിക്കുന്നു. അത് അങ്ങനെയാണ് ഹിന്ദു ശാസ്ത്രത്തിൽ പറയണത്. നമ്മൾ മരിച്ചു കഴിഞ്ഞെങ്കിൽ മാനത്ത് പിന്നെ ഒരു നക്ഷത്രം വരുമെന്നാ പറഞ്ഞു. എടാ, ഞാൻ അത് കേട്ടാന്ന് രാത്രി എനിക്ക് അച്ഛനെ കാണണമെന്ന് തോന്നി. ഞാൻ നേരെ ഡോറ് തുറന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോടാ ഒരു നക്ഷത്രത്തിന് 1000 നക്ഷത്രം തെളിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താടാ? നിന്റെ അച്ഛൻ പറഞ്ഞ അർത്ഥം ഒറ്റ തന്തൊക്കെയല്ല 1000 തന്ത ഉണ്ടല്ലേ എനിക്ക്. കേണലേ വിശ്വാസം അതല്ലേ എല്ലാം.